പുതിയൊരു വീഡിയോ അടുത്തേക്ക് സ്വാഗതം. ഞാൻ ഈ ഗെറ്റപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട. ഇന്നലെ ഇവിടെ സ്നോ വീണു. അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് സ്നോ ഉണ്ട്. അപ്പം പുറത്തേക്ക് ഇറങ്ങി നിങ്ങളെ എങ്ങനെയാണ് സ്നോ വീണ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഒക്കെ നിങ്ങളെ കാണിക്കാം. പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു, സമ്മർ ടൈമിൽ ഒരു പാർക്ക് കൊണ്ടെടുത്ത്. അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പം ബാ നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ. ഇത് താണ്ടി വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പൊതുവെ സ്നോ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ചെയ്യും. ഇപ്പം ഇന്നലെ രാത്രിയാണ് സ്നോ പെയ്തത്. അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയതാണ്. അപ്പം അതുകൊണ്ട് സ്നോ വലുതായിട്ട് കട്ടിയായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് സുഖമായിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതാണ് പുറത്തെ അവസ്ഥ, കണ്ടില്ലേ? ഫുള്ള് സ്നോ ആയിട്ട് ആകെ ഇടങ്ങേറായിട്ട് കിടക്കുവാണ്. ഇവിടെ സൈഡിൽ റോഡിൻ്റെ വശം അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരവരാണ് അവരവരുടെ വീട്ടിലെ ഫ്രണ്ടിലുള്ള സ്നോ എല്ലാം ഇവിടെ ക്ലിയർ ചെയ്യേണ്ടത്. വീട്ടിൻ്റെ അടുത്തുള്ള ഒരു നെയ്ബറാണ് കേട്ടോ. അപ്പം അവർ രാവിലെ അല്ല, ഞാനിപ്പോൾ ഇറങ്ങിയേക്കുന്നത് ഏകദേശം ഒരു 11 ആയിട്ടുണ്ട് സമയം. അപ്പം ആ സമയത്തേക്ക് ആ സമയം ആയപ്പോഴത്തേനാണ് ഒന്ന് വെട്ടമൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടിട്ടാണ് പുറത്തേക്ക് സ്നോ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയത്. കാരണം ഇപ്പോൾ ഇത് കണ്ടില്ല, ഈ വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ ആ സൈഡിലത്തെ സ്നോ ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അത് വലിയൊരു ചടങ്ങാണ് കേട്ടോ. ഇവിടെ ഈ വിൻ്റർ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ സ്നോ ക്ലീൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ പുള്ളിക്കാരത്തി ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറയുവാണ്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ സ്നോ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇത് അവർ പറയുന്ന ഒരുപാട് സമയം എടുക്കും ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. രാവിലെ കുറേ നേരം അതിന് തന്നെ ചിലവാക്കേണ്ടി വരും. ഭയങ്കര കഷ്ടം കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ സ്നോ ഒക്കെ മാറ്റുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്, അവരവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്നോ ഒക്കെ മാറ്റിയിട്ടാണ് കാറൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ടൈം നിങ്ങളടുത്ത് വിൻ്ററിൻ്റെ വീഡിയോയിനകത്ത് പറഞ്ഞിരുന്നില്ലേ, ഇവിടെ നമുക്ക് വിൻ്റർ വരുമ്പോഴത്തേന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. കാരണം എല്ലാം മാറ്റി ശരിയാക്കിയിട്ട് വേണം പോകാൻ. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ സ്നോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ ഭയങ്കര കഷ്ടമാണ്. അതായത് ഫസ്റ്റ് സ്നോ വീഴുന്ന സമയത്ത് പ്രശ്നമില്ല, പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഇത് ബ്ലാക്ക് ഐസായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാൻ ഗ്രിപ്പ് കിട്ടൂല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം നിങ്ങൾ. ലാസ്റ്റ് സമ്മറിൽ നമ്മൾ വീഡിയോ എടുത്ത പാർക്കിൻ്റെ അവസ്ഥ കണ്ടോ. അതാണ് ലാസ്റ്റ് സമ്മറിൽ നമ്മൾ വീഡിയോ എടുത്ത പാർക്ക്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് റോഡ് ക്രോസ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ അത്രയും ബ്ലാക്ക് ഐസ് ആയിട്ടില്ല, കാരണം ഇന്നലെയാണ് സ്നോ വീണത്. അത്രയും ബ്ലാക്ക് ഐസ് ആയിട്ടില്ല. അപ്പോൾ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതല്ല. അപ്പം നിങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ചവിട്ടിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടോ, ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ അവസ്ഥ. കണ്ടോ, ഞാനേ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി നിന്നിട്ട് പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. പക്ഷെ നടന്ന് നോക്ക്, നടക്കാൻ എന്ത് ഭയങ്കര കഷ്ടം. എത്ര നേരം വേണമെന്നറിയോ നടക്കാൻ. കണ്ടോ, പിള്ളേരവിടെ നിന്ന് കളിക്കുന്നുണ്ടോ. പിള്ളേരവിടെ നിന്ന് സ്നോമാനം ഉണ്ടാക്കുവാണ്. ഇന്ന് സ്നോ അലേർട്ടുള്ള ദിവസമാണ് കേട്ടോ. സ്നോ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ സമ്മറിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുള്ള പാർക്കാണ്. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ പാർക്കാണ് ഇത്രത്തോളം ഇങ്ങനെ സ്നോ ആയിട്ട് ഒറ്റ ദിവസമേ സ്നോ പെയ്തുള്ളൂ. അപ്പോഴത്തേനാണ് ഈ അവസ്ഥയായത്. സ്നോ അലേർട്ടാണുള്ളത്. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ചെവിക്കകത്തൊക്കെ കാറ്റ് കൊള്ളാത്ത രീതിയിൽ നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം ഇറങ്ങാനുണ്ട്. പക്ഷേ ഇവിടെ ഈ സ്നോ സമയത്തുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവിടെ നമ്മുടെ നേരത്തെ കണ്ടിരുന്ന പാർക്കില്ലേ, അവിടെ ആൾക്കാർ കളിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ പിള്ളേർ സ്നോമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടോ. മഞ്ഞ് വീണോണ്ടേ ഇരിക്കുക. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ടൈം വീണത് കൊണ്ടിട്ട്, ഇന്നലെയാണ് സ്നോ വീണത്, ഇന്നലെ വൈകിട്ടാണ് സ്നോ വീണത്. അപ്പം ഫസ്റ്റ് ടൈം വീഴുമ്പോഴത്തേനും അത്ര കുഴപ്പം വരത്തില്ല. കാരണം നമുക്ക് നടക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടക്കാം. പക്ഷേ ഇതിനിപ്പം
നാളെയും മറ്റന്നാളിലൊക്കെ ആകുമ്പോഴത്തേന് ഇതങ്ങ് കട്ടിയായി കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഐസ് പോലെ ആവും. ബ്ലാക്ക് ഐസ് ആവുന്ന സമയത്ത് നമുക്ക് നടക്കുമ്പോഴത്തേന് ഗ്രിപ്പ് കിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ പുതിയതായി വരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സ്നോ കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തൂടെ നടക്കാം. കാരണം ഇതിൻ്റെ പുറത്തൂടെ നടക്കുമ്പോഴത്തേന് ഗ്രിപ്പ് കിട്ടും. പക്ഷേ ഉറഞ്ഞ സ്നോ വരുമ്പോഴത്തേന് ഗ്രിപ്പ് കിട്ടില്ല, അതങ്ങ് തെന്നിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് തെന്നുവോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ പതിയെ നടക്കുക. അതായത് 2 കാല് വെക്കുമ്പോഴത്തേനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ, അത് കുറച്ചിട്ട് പതിയെ വെച്ച് നടക്കുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെങ്കിൽ, ഫ്രണ്ട്സായിട്ട് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് കുറച്ച് കാര്യങ്ങൾ. കാരണം ചിലപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തന്നെ ഞാനിവിടെ നിന്നിട്ട് നോക്ക്, ഞാൻ എന്തോരം താന്നാ നിൽക്കുന്നതെന്ന്. നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് അലേർട്ടും കൂടിയാണ്, ഇത്ര സെൻറ്റിമീറ്ററോളം സ്നോ ഇന്ന് വീഴും എന്നുള്ള ഒരു അലേർട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ നോക്ക്, നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ എന്തൊരു തണുപ്പാണെന്നറിയോ. അത് നമുക്ക് ഫോട്ടോസിലൊക്കെ കാണുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ അവിടുത്തെ ക്ലൈമറ്റിൽ ഇങ്ങനത്തെ സ്നോ എന്നുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര തണുപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിൻ്ററിൽ വരുന്ന സമയത്ത് വിൻ്ററിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരിക. പിന്നെ ജാക്കറ്റ് ഇവിടെ വന്നിട്ട് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നാട്ടിലെ ജാക്കറ്റ് ഇവിടുത്തെ ടെമ്പറേച്ചർ നിൽക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ബൂട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വിൻ്റർ സമയത്ത് വിൻ്റർ ടയർ, എന്നാലേ ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ പൊതുവേ നമ്മൾ പോകുന്നതിനേക്കാളും കുറച്ചധികം സമയം എടുക്കും വിൻ്റർ ടൈമിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എല്ലായിടത്തും സ്ലിപ്പറി ആയിട്ട് കിടക്കുന്നത് കൊണ്ടിട്ട് ഇപ്പം 2-3 ആൾക്കാർ പോവുകയാണെങ്കിൽ ഫസ്റ്റ് പോകുന്ന ആൾ നല്ല സ്നോയിൽ ചവിട്ടി പോകും. പക്ഷേ പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേനും അതങ്ങ് ബ്ലാക്ക് ഐസ് മാതിരിയാവും. അപ്പോൾ അടുത്ത ആൾക്കാർ ഇങ്ങനത്തെ ഉള്ള സ്നോയുടെ പുറത്ത് ചവിട്ടും. അതാണ് മെയിനായിട്ട് നടക്കുന്ന ആൾക്കാർ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. കാരണം ഇന്നലെ സ്നോ പെയ്തിട്ട് കൂടി ഇന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ തിരിച്ച് പോകണമല്ലോ, ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ, നിങ്ങളത് ക്ഷമിക്കുക. കണ്ടോ, ഇതാണ് അവസ്ഥ. കട്ടിയായിട്ടില്ല. ഇതിനകത്ത് നമുക്ക് സ്നോമാനൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്നോമാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഗ്ലൗസ് ഒന്നും ഇടാതെ ഇത് തൊടാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഫ്രീസായിട്ടിരിക്കുവാണ്. ഞാനുണ്ടല്ലോ കഴിഞ്ഞ സ്നോയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പം ഞാൻ ഹാലിഫാക്സിലുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സ്നോ ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ആദ്യത്തെ സ്നോ ആണ്. അപ്പം ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ വിൻ്ററാണ്. അപ്പോൾ ആദ്യത്തെ വിൻ്റർ ഞങ്ങൾ സിഡ്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവിടെ കുറച്ചും കൂടി അധികം മഞ്ഞുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഹാലിഫാക്സിൽ കമ്പാരിറ്റീവ്ലി മഞ്ഞ് കുറവാണ്. ഇല്ലെന്നല്ല, കുറവായിരുന്നു. നമ്മൾ കുറച്ചും കൂടി, സിഡ്നി എന്നൊക്കെ പറയുന്ന കുറച്ചൊരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോയുടെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്, കുറച്ചും കൂടി വണ്ടി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടിട്ട് സ്നോയുടെ അളവ് കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല. കാരണം ഇന്ന് അലേർട്ടാണ്. ഇന്നലെയാണ് സ്നോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. പക്ഷേ നമുക്ക് ഇന്നലെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ രാത്രിയിലായിരുന്നു സ്നോ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ അവിടെ അത്ര ലൈറ്റ് പ്രോപ്പറായിട്ടൊന്നും ഇല്ല. അപ്പം അതുകൊണ്ടിട്ട് ഇറങ്ങിയാൽ അത്ര വലിയ കാണത്തതൊന്നുമില്ല. അപ്പം പിന്നെ അതുകൊണ്ടിട്ടാണ് ഈ സമയത്തേക്ക് ഇറങ്ങി നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇന്നലത്തെ അറ്റ്ലാന്റിക് പ്രൊവിൻസിലെ ആദ്യത്തെ സ്നോ ആണ്. അവിടെയൊക്കെ കണ്ടോ, നല്ല വീഴുന്നുണ്ട്. ഇനി നമുക്ക് പോകണം. അപ്പം അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിൻ്ററിൽ വരുന്ന ആൾക്കാർ കുറച്ചും കൂടി ശ്രദ്ധിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. ജാക്കറ്റ് ബൂട്ടൊക്കെ ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ ഉള്ളൂ. അപ്പം രാവിലെ തന്നെ എല്ലായിടത്തും സ്നോ ക്ലിയർ ചെയ്യും. റോഡിലൊക്കെ സ്നോ വീണ് കിടന്നു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോഴത്തേനും അതങ്ങ് കട്ടിയാവും. അപ്പം പിന്നെ അവർക്ക് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പോകുന്ന വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടിട്ട് രാവിലെ തന്നെ എന്തായാലും ഇവിടുത്തെ ഗവൺമെൻറ് സ്നോ ഒക്കെ ക്ലിയർ ചെയ്യും. പിന്നെ എല്ലാ വീട്ടിലും സ്നോ ക്ലിയർ ചെയ്യണം. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ അവിടെ ആൻറ്റി രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്നോ ക്ലിയർ ചെയ്യുകയാണ്. വേറെ ആരും ക്ലിയർ ചെയ്യൂല. നമ്മൾ നടക്കുന്ന പാതയിലുള്ള സ്നോ ഒക്കെ നമ്മൾ തന്നെ വേണം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി എടുക്കുമ്പോഴത്തേനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴത്തേന് എടുത്തിട്ട് അങ്ങ് പോകും. പക്ഷേ വിൻ്റർ ആകുമ്പോഴത്തേന് നമ്മൾ മുൻകൂട്ടി കുറച്ച് പ്ലാൻ ചെയ്ത്
പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് ടൈം സെറ്റ് ചെയ്ത് എഴുന്നേറ്റിട്ട് വണ്ടിയുടെ പുറത്ത് മൂടിക്കിടന്ന ഇത് സ്നോയും നിങ്ങൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടി പോകുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമല്ലോ ആ സ്ഥലവും നിങ്ങൾ ക്ലീൻ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല വണ്ടി നല്ല ഫ്രീസായിട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഹീറ്ററൊക്കെ ഓണാക്കി വെച്ചിട്ട് വണ്ടി സെറ്റായതിനു ശേഷം വേണം പിന്നെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം വിൻ്ററൊക്കെ ആകുമ്പോഴത്തേന് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ബസ് കാത്ത് നിൽക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ബസ് ചിലപ്പോൾ ലേറ്റാവും, അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ സമയമൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് വന്ന് നിൽക്കുക. ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ. പിന്നെ നിങ്ങളിപ്പം ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു ബസ്സിൽ പോകുന്ന ആ ഒരു സമയം മാത്രമേ തണുപ്പായിട്ട് തോന്നത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഹീറ്ററുണ്ട്. എന്നിരുന്നാലും നമുക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ മെൻ്റലി ഭയങ്കര ഇപ്പം ഞാനിപ്പോൾ കുറേ ദിവസം ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം ഈ വർക്ക് ഫ്രം ഹോം ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് ഒന്നാമത്തെ കാര്യം തണുപ്പത്ത് ഇറങ്ങാൻ നമുക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ഇങ്ങനെ സ്നോയും കൂടി പെയ്തിറങ്ങുമ്പോഴത്തേനും നമ്മളങ്ങനെ ഇറങ്ങൂല. അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയെങ്ങാണ് ആയി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. കാരണം സൂര്യപ്രകാശം കൊള്ളണമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാലും സൂര്യനില്ല, വെട്ടം കൊള്ളാൻ വിട്ട. അപ്പം പിന്നെ അങ്ങനെ വീട്ടിലങ്ങ് ഇരുന്നിട്ട് അങ്ങ് മടിച്ചു പോകും. അതാണ് ഏറ്റവും വലിയ ഈ ഒരു സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നത്. നമുക്ക് മടി ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ജോലിക്ക് പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ടൈമിംഗ് ആണെങ്കിൽ എല്ലാം ആകെ ഒരു അലക്കുലത്താകും ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം ഞാനിവിടെ നിന്നപ്പോഴത്തേന് അവിടെ പോസ്റ്റ്മാൻ ഉണ്ടല്ലോ, അവിടെ വലിയ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഞാൻ നിങ്ങൾ ലെറ്റർ ബോക്സ് നേരത്തെ കാണിച്ചിട്ടുണ്ടായില്ലേ, അപ്പം അതിനകത്ത് കൊണ്ടുവന്നിട്ടു. നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. എല്ലാവരും ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകും. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇതൊരു പുതിയ കാര്യം അല്ലല്ലോ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ നേരത്തെ നിങ്ങളുടെ വീഡിയോ കാണിച്ചില്ല. അപ്പം പുള്ളിക്കാരത്തി സംസാരിച്ച പുള്ളിക്കാരത്തി നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മൾ ഇത് ഒരു ഫസ്റ്റ് ടൈമുള്ളൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് വരുമ്പോഴത്തേന് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനിച്ചിടം മുതൽ കാണുന്ന അവരുടെ ഒരു എന്താ പറയുക കാലാവസ്ഥയിൽ വരുന്ന ഒരു മാറ്റം 6 മാസത്തോളം അവരിത് കണ്ട് ശീലിച്ചത് കൊണ്ടിട്ട് അവർക്ക് കുഴപ്പമില്ല. അവരുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അവരുടെ സെറ്റപ്പുകളല്ല. വീട്ടിലെ അവസ്ഥയാണെങ്കിലും വീട്ടിലെ ഈ ഹീറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം ഇതിങ്ങനെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇത് നമുക്ക് ആദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുമ്പോഴത്തേന് കൂടുതൽ മഞ്ഞിൽ എക്സ്പോസ് ആവരുത്. കാരണം ഈ സ്നോ ബൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേഹത്ത് വരാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരമായി ഇവിടെ നിൽക്കുന്നു. ഇനി പോകണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇത്ര താണ്ടിയിട്ട് വേണം പോകാൻ. എന്നാൽ ആ മരത്തിൻ്റെ അവിടം വരെ ഉണ്ട് സ്നോയ്. പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നതുണ്ടോ, അവർക്കൊക്കെ ഇതൊരു ചില്ലാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ഇത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം, പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ഇനിയിപ്പോൾ 6 മാസത്തേക്ക് നമുക്ക് ഇവിടെ ഒന്നും വന്നിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല. ഇന്ന് അത്യാവശ്യം തണുപ്പ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന തണുപ്പോടെ വെച്ചിട്ട് അത്യാവശ്യം കുറവാണ്. കാരണം ഇന്നലെ സ്നോ വീണതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് ഫുള്ളങ്ങ് ഫ്രീസായിട്ട് തണുപ്പ് ഭയങ്കരമായിട്ട് കൂടും. എപ്പോഴും സ്നോ പെയ്യുന്ന സമയത്ത് അത്ര തണുപ്പ് കാണില്ല. പക്ഷേ ഇപ്പോൾ സ്നോ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അത്ര തണുപ്പ് കാണില്ല. പക്ഷേ സ്നോ പെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനാണ് എല്ലാം കൂടി അടിഞ്ഞിട്ട് ഒരു ഫ്രോസൺ അങ്ങനത്തെ ഉള്ള ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം നാളെയും മറ്റന്നാളിലൊക്കെ കഴിയുമ്പോഴത്തേന് പുറത്തിറങ്ങത്തക്ക രീതിയിലുള്ള നമുക്ക് തണുപ്പ് അധികമായിരിക്കും. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങി നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചത്. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ ബബ്ബായി പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് 2-3 കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, സ്നോ വന്നതിന് ശേഷം റോഡെല്ലാം ക്ലിയർ ചെയ്തേക്കുവാണ്. രാവിലെ തന്നെ ഈ മറ്റേ മണ്ണുവാരി യന്ത്രം പോലെ ഇവിടെ സ്നോ വാരുന്ന യന്ത്രം വന്നിട്ട്, അതായത് വണ്ടിക്കകത്ത് അറ്റാച്ച് ചെയ്തിട്ട് അത് റോഡെല്ലാം ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പം ഞാനിങ്ങനെ വരുന്ന വഴിയിൽ ഞാൻ നേരത്തെ കണ്ട അവർ ഹസ്ബൻഡും വൈഫും അവിടെ നിന്ന് സ്നോ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെ ഇതിങ്ങനെ ക്ലിയർ ചെയ്യുന്നത് കണ്ടിട്ടേ ഉള്ളൂ, ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു
ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് സ്നോ ഒക്കെ വാരി മാറ്റി. പക്ഷേ കുഴപ്പമില്ല, ആദ്യമൊക്കെ വരുമ്പോഴത്തേന് കുഴപ്പമില്ല. പക്ഷേ ഇത് താഴത്തേക്ക് പോകും തോറും ഭയങ്കരമായിട്ട് കട്ടിയായി കിടക്കുവാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് വിചാരിക്കുന്ന അത്ര എളുപ്പം അല്ല. ആദ്യം എനിക്ക് എളുപ്പമായിട്ട് തോന്നിയില്ലും കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് കഷ്ടമായിട്ടാണ് തോന്നിയത് കേട്ടോ. അടിയിൽ നിന്ന് അങ്ങോട്ട് ആ സ്നോ ഇളകി അങ്ങോട്ട് വരത്തില്ല, കട്ടിയായിട്ട് കിടക്കുന്നത് കൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാറിൻ്റെ പുറത്തൊക്കെ കിടക്കുന്ന സ്നോ എല്ലാം മാറ്റി ഇതെല്ലാം ക്ലീനാക്കി നമ്മൾ കാറൊക്കെ ഉള്ളവർ കാർ പുറത്തെടുക്കുമ്പോഴത്തേനും ഒരു അവസ്ഥയാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ അവർ കാണത്തില്ല, അവർ ഫ്ലോറിഡയിൽ പോയി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നല്ല ക്ലൈമറ്റാണ്, ഇതുപോലെ മഞ്ഞൊന്നും വരേണ്ട അവസ്ഥ വരത്തില്ല, ലൈഫ് നല്ലവണ്ണം എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഹസ്ബൻഡും വൈഫും കൂടി എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ആ പുള്ളിക്കാരൻ വേറൊരു സ്ഥലത്തായിരുന്നു, എത്രയോ വർഷത്തിന് മുമ്പാണ് ഈ ഹാലിഫാക്സിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ ക്ലൈമറ്റ് കുറച്ച് എക്സ്ട്രീമാണ് ബാക്കിയുള്ള സ്ഥലത്തിനെ അപേക്ഷിച്ചിട്ട്. അറ്റ്ലാന്റിക് പ്രൊവിൻസ് ആയതുകൊണ്ടിട്ട് ക്ലൈമറ്റ് കുറച്ച് എക്സ്ട്രീം കണ്ടീഷൻസ് ആയിരിക്കും, എപ്പോഴും ഭയങ്കര കാറ്റായിരിക്കും, തണുത്ത കാറ്റ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു തണുത്ത ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത്രത്തോളം തണുത്ത കാറ്റ് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ നേരം സംസാരിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കണ്ടോ, ഇപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അലേർട്ടുള്ളത് കൊണ്ടിട്ട് നല്ല രീതിയിൽ മഞ്ഞ് വീഴും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ നേരത്തെ അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്തതാണ് വീഡിയോ. പക്ഷേ വരുന്ന വഴിയാണ് നമ്മുടെ അയൽവക്കത്തുള്ള, ഞാൻ അവരെ ഫസ്റ്റ് ടൈം കാണുവാണ് കേട്ടോ. അപ്പോൾ അവർ മഞ്ഞ് വാരിയപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ആദ്യത്തെ ലെയറൊക്കെ മാറ്റാൻ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ താഴത്തേക്ക് പോകുമ്പോഴത്തേന് ഭയങ്കര കട്ടിയാണ്, വരത്തില്ല, മാറ്റാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഇങ്ങനെ കോരുന്നതിനേക്കാളും ചില മെഷീൻസൊക്കെ കാണും മഞ്ഞ് വാരുന്നതിനുള്ള, മീൻസ് ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ മഞ്ഞ് കട്ട് ചെയ്തിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനത്തെ മെഷീൻസാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മെൻഷൻ ചെയ്യുക. ബൈ.